ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി ട്രൈ ചെയ്താലോ. നാളികേര കൊത്തൊക്കെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് മസാലയ്ക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ചിക്കൻ്റെ എടുക്കുന്ന അളവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഞാനിത് എടുത്തിട്ടുള്ള ഒരു 1.5 കിലോ ചിക്കൻ അതിലേക്കുള്ള അളവാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നന്നായി വറുത്തെടുക്കുക, കരിഞ്ഞു പോവാതെ വേണം വറുത്തെടുക്കുക. ചിക്കനിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി കൈവച്ച് തിരുമ്പി കൊടുക്കുക. ഇതൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 3/4 മണിക്കൂർ വെക്കുക. ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3-4 മിളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് പട്ട, കറിയാമ്പൂവ്, പെരുംജീരകം കൂടി ആഡ് ചെയ്ത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊരു 3/4 മുറി നാളികേര കൊത്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായി ചെറുതാക്കി കൊത്തിയെടുത്തുള്ളതാണ്. അത് ആഡ് ചെയ്തിട്ട് അതൊന്ന് കളർ ചേഞ്ച് ആയിട്ട് അതിൻ്റെ ഒരു റെഡിഷ് കളർ ആവുന്ന സമയത്ത് ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളിയോളം കുഞ്ഞിതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം സവോള തന്നെ എടുക്കാം. കൊച്ചുള്ളി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും, നാടൻ ചിക്കൻ കറിയല്ലേ. അതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. 2 സവോള ഉണ്ട്. അപ്പോൾ സവോളയുടെ വലിപ്പം അനുസരിച്ച് കൂട്ടി കുറച്ച് എടുക്കാം. അത് നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയുടെ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് പ്യൂരി താല്പര്യം അല്ലെങ്കിൽ തക്കാളി അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയി പച്ചമുളകൊക്കെ മാറി വരുന്ന വരെ കണ്ടിന്യൂസ് ആയി വെള്ളമംശമൊക്കെ പോണ വരെ ഇളക്കി കൊടുക്കുക. അത് മാറി കിട്ടുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇവിടെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഈ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ആവശ്യത്തിനുള്ള ഗ്രേവി അപ്പനെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാല ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് തിളച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചിക്കൻ കറി തയ്യാറായിട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. മെയിനായിട്ട് ചോറിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും എന്തായാലും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്.